ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടായ ഫ്രൂട്ട് സലാഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കസ്റ്റേർഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 500 മില്ലി പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കാം. വാനില കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാലിൽ നിന്നും കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാൽ ഈ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പാൽ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പാലൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. ഇപ്പോൾ ഇതാ പാലിവിടെ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്റ്റാർഡിൻ്റെ പൗഡർ മിക്സ് ഉണ്ടല്ലോ, അതൊന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കൈയെടുക്കാതെ തന്നെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, കുറുകി വരുന്നത് വരെ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ ചൂടാറി കഴിഞ്ഞാൽ ഒന്നും കൂടെ അത് തിക്കായിട്ട് വരും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലും കൂടെ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയും തന്നെ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ മാങ്ങ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആപ്പിളും മുറിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ നേന്ത്രപ്പഴം അരിഞ്ഞതും, അതുപോലെ ഉറുമാമ്പഴം കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ വേണ്ടത് അതൊക്കെ എടുക്കാം കേട്ടോ, നിങ്ങളുടെ അടുത്തുള്ള ഫ്രൂട്ട്സൊക്കെ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ കസ്റ്റാർഡ് തയ്യാറാക്കിയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. പൈനാപ്പിൾ നേരിട്ട് ചേർത്ത് കൊടുത്താൽ ഒരു കസ്റ്റാർഡിന് ചെറിയൊരു കയ്പ്പ് വരും. അപ്പോൾ പൈനാപ്പിൾ ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ചെറുതായിട്ട് മുറിച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ പൈനാപ്പിൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വേറെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ നമുക്ക് ഫ്രൂട്ട് സലാഡിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കസ്റ്റാർഡ് ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തണുപ്പിച്ചെടുത്തപ്പോൾ ആ ഒരു പാകത്തെ തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫ്രൂട്ട്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്